റാപ്പർ വേടൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിൽ എഫ്ഐആർ റിപ്പോർട്ട് പുറത്ത്. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തി പോലീസ് എഫ്ഐആർ. വേടനും സംഘവും പിടിയിലായത് തീൻമേശയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുന്നതിനിടെ. അതേസമയം വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത റാപ്പ് ഗായകൻ വേടനെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. പുലിപ്പല ലോക്കറ്റായി ഉപയോഗിച്ചതിനാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിയോഫിനുണ്ട് വിശദാംശങ്ങളുമായി. തിയോഫിൻ, വേടനെതിരായ കേസിൽ വനംവകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ ലോക്കറ്റിൽ പുലിപ്പല്ല് ഉപയോഗിച്ചതിനാണ് വനംവകുപ്പ് കേസെടുക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ വേടൻ കസ്റ്റഡിയിലുള്ളത്. വനംവകുപ്പിന്റെ കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ വേടൻ ഉള്ളത്. ഇന്നലെ രാത്രി തന്നെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഓഫീസിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇയാളെ ഇന്നലെ പിടികൂടുന്നത് ഹിൽ പാലസ് പോലീസാണ്. ഇവരുടെ ഫ്ളാറ്റിൽ വൈറ്റിലേക്കടുത്ത് കണിയമ്പുഴ പാലത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് വേടനും ഒപ്പം മറ്റ് 8 പേരും കസ്റ്റഡിയിലാവുന്നത്. ഇവരെ പിടികൂടാനായി അതായത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ഈ ഫ്ളാറ്റിൽ പരിശോധനയ്ക്കായി എത്തിയത്. പോലീസ് എത്തുമ്പോൾ ഫ്ളാറ്റിനുള്ളിൽ നിറയെ പുക നിറഞ്ഞ നിലയിലായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഗൂഢാലോചനയും അതോടൊപ്പം ലഹരി ഉപയോഗവും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എല്ലാവരും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ളാറ്റിൽ നിറയെ പുകയും മറ്റും ഉണ്ടായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വേടൻ പറഞ്ഞത് താൻ 3 വർഷത്തോളമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല, അതിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത്. എന്തായാലും പിടിച്ചെടുത്ത കഞ്ചാവ് 6 ഗ്രാമായിരുന്നു എന്നതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്നതാണ്. അതുകൊണ്ട് ഇന്നലെ വേടൻ ഉൾപ്പെടെ എല്ലാവരെയും സ്റ്റേഷൻ ജാമ്യം നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട്. പക്ഷേ വേടനെ പുറത്ത് വിടാത്തതിനൊരു കാരണം വനംവകുപ്പിന്റെ കേസുള്ളത് കൊണ്ടാണ്. ഇത് ഗൗരവമുള്ള കേസാണിത്. തന്റെ ഒരു ആരാധകൻ മലേഷ്യയിൽ സെറ്റിലായ ആളാണ്, അയാളാണ് തനിക്ക് ഈ മാല നൽകിയത് എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരുൾപ്പെടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വേടൻ പറഞ്ഞതായാണ് വിവരം. മാല നൽകിയെന്ന് പറയുന്ന ആളെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇയാളും ഒരുപക്ഷെ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ കൂടി പ്രതിയാവും. നിലവിൽ വനംവകുപ്പ് മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 7 വർഷത്തോളം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് വേടനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ വേടനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഹാജരാക്കും.